നവകേരള സർവേക്ക് ഇന്ന് തുടക്കമാവുകയാണ്. സർക്കാർ സന്നദ്ധ പ്രവർത്തകർ വഴിയാണ് സർവേ നടത്തുന്നത്. വീടുകളിലെത്തി 4 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് വോളണ്ടിയർമാർക്ക് നിർദ്ദേശം നൽകിയത്. ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിൽ മാറ്റം വേണോ? പുതിയ ക്ഷേമ പദ്ധതികൾ എന്തെല്ലാം വേണം? നിലവിലുള്ളവയിൽ മാറ്റം വരുത്തണോ? തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വീടുകളിലേക്ക് വോളണ്ടിയർമാരെത്തും. ജനങ്ങളുടെ വികസന കാഴ്ചപ്പാടറിയാൻ സർവേ നടത്തുമെന്ന് നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സർവേ നവകേരള സൃഷ്ടി ലക്ഷ്യം വെച്ചാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റാഹീസ് റഷീദുണ്ട്. റാഹീസ് റഷീദ്, ഇന്ന് ഒരു പുതിയ സർവേ തുടങ്ങുകയാണ്. പുതുവത്സരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 100 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിലാണ് ഒരു പുതിയ സർവേയുമായി സംസ്ഥാന സർക്കാർ ഇറങ്ങുന്നത്. ഇതുവരെ ചെയ്ത വികസനങ്ങൾ അത് ഇനി എങ്ങനെ നടത്തണം, ഈ ക്ഷേമ പദ്ധതികൾ കൂടുതൽ എന്തെല്ലാം സർക്കാർ ഉൾക്കൊള്ളിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ നവകേരള സർവേ നടക്കുന്നത്. പ്രതിപക്ഷം ശക്തമായി ഈ വിഷയത്തിലുള്ള പ്രതിഷേധം അറിയിച്ചിരുന്നു. അതിന് സർക്കാരിന്റെ പണമൊന്നും CPM പ്രവർത്തകർക്ക് കൊടുക്കുകയല്ല, വോളണ്ടിയർമാർ വഴിയാണ് ഈ സർവേ നടപ്പാക്കുന്നത് എന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് ഈ സർവേക്ക് ഒരു രാഷ്ട്രീയ മാനം കൂടി ഉണ്ടല്ലോ അല്ലേ? റാഹീസ് റഷീദ്, ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. ഗുഡ് മോർണിംഗ് അരുൺ, ഹാപ്പി ന്യൂ ഇയർ. ഉറപ്പായും സർക്കാരിൻ്റെ ഈ സർവേക്ക് രാഷ്ട്രീയമായ പല ലക്ഷ്യങ്ങളുമുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചൊരു വലിയ തെരഞ്ഞെടുപ്പ് വർഷത്തേക്ക് കടക്കുന്ന ദിവസം വലിയൊരു പദ്ധതിയാണിത്. പക്ഷേ ആ തരത്തിൽ അതിനെ സർക്കാർ ആഘോഷിക്കുന്നില്ല. അതായത് ഒരു സംസ്ഥാനതല ഉദ്ഘാടനമോ അങ്ങനെ ഒരു പരിപാടിയൊന്നും വെക്കാതെയാണ് സർക്കാർ ഈ സർവേയിലേക്ക് കടക്കുന്നത്. ഇന്ന് മുതൽ ഫെബ്രുവരി 1 വരെയുള്ള 1 മാസക്കാലമാണ് സർവേ നടക്കുന്നത്. സർവേയിൽ വീടുകളിലേക്ക് വോളണ്ടിയർമാർ വന്ന് 4 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇനി പ്രത്യേകിച്ച് 2031 കേരളം പിറന്നിട്ട് 75 വർഷമാകും. ആ 75 വർഷമാകുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ നിലവിൽ നടത്തുന്ന വലിയ പദ്ധതികൾ എന്തൊക്കെ വേണം? നിലവിലുള്ള പദ്ധതികളിൽ ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ വേണോ? ഇനി ക്ഷേമ പദ്ധതികൾ എന്തൊക്കെ തുടങ്ങണം? ഇപ്പോൾ നിലവിലുള്ള ക്ഷേമ പെൻഷൻ അടക്കമുള്ള പദ്ധതികളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ സജഷൻ ചെയ്യാനുണ്ടോ എന്നീ 4 ചോദ്യങ്ങളാണ് അതിനകത്ത് ചോദിക്കുന്നത്. ഒപ്പം കഴിഞ്ഞ 9 വർഷമായി LDF സർക്കാർ നടത്തിയ വികസന പദ്ധതികളുടെ ഒരു ലഘുലേഖ വീടുകളിൽ വിതരണം ചെയ്യും. അത് സംസ്ഥാന സർക്കാർ നേരിട്ട് കൊണ്ടുവന്ന പദ്ധതികളും കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ നടത്തുന്ന പദ്ധതികൾ ഏതാണ്ട് 70-ലധികം പദ്ധതികളായിരിക്കും അതിലേക്ക് ഉണ്ടാവുക. ഉറപ്പായും അതിനൊരു തിരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പോകുന്ന സമയത്ത് ആ തരത്തിൽ പ്രതിപക്ഷം വീണ്ടും വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ പദ്ധതികൾ വീടുകളിലേക്ക് എത്തിക്കുകയാണ്. ഞങ്ങൾ ഇത്ര വലിയ പദ്ധതികൾ ഇത്ര വർഷം കൊണ്ട് ചെയ്തു എന്ന കാര്യം ഇനി എന്ത് ചെയ്യുന്നു എന്നത് പറയുന്നില്ലെങ്കിലും ഇതുവരെ ചെയ്തത് മറന്നു കിടക്കുന്ന ആളുകളെ ഓർമ്മിപ്പിക്കുക എന്നതുകൂടി ഈ സർവേയുടെ പിന്നിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ റഹീസ് റഷീദ് വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചത് വലിയ വൈറലായി മാറിയിട്ടുണ്ട്, വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. ആ ദൃശ്യം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ദൃശ്യം കൂടിയായിരുന്നു. എങ്ങനെയാണ് ചില നേതാക്കൾ, പ്രത്യേകിച്ച് സമുദായ നേതാക്കളൊക്കെ നമ്മളുടെ ചോദ്യത്തിന് അസ്വസ്ഥപ്പെടുന്നത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇക്കാലത്തും അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന മനുഷ്യരെ നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ വെള്ളാപ്പള്ളി നടേശനോട്. ആകെ ചോദിച്ചത് ഈ സർക്കാർ ഏത് സർക്കാരാണ് അനുമതി നൽകാത്തത് എന്നത് മാത്രമാണ്. മലപ്പുറത്ത് SNDPക്ക് സ്കൂളുകൾ നൽകാത്തത് ഏത് സർക്കാരാണ്? 9.5 വർഷമായിട്ട് പിണറായി സർക്കാരല്ലേ എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ അബദ്ധം പറ്റിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. മുൻകാല സർക്കാർ തന്നില്ല എന്നുള്ളതിന് ഇക്കൊല്ലം വന്നിട്ട് മലപ്പുറത്തെ ചീത്ത പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്തായാലും അതിനുശേഷം പിന്നീട് വെള്ളാപ്പള്ളി നടേശനെ കാണാൻ ശ്രമിച്ചോ റഹീസ് റഷീദ്? പിന്നെ കണ്ടില്ലല്ലോ അല്ലേ? മൂപ്പര് ചൂടായിട്ട് അങ്ങ് പോവാ ചെയ്ത്. ഇല്ലെന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി ഏതെങ്കിലും പഞ്ചായത്തിലുണ്ടെന്നറിഞ്ഞാൽ ആ ജില്ലയെ പോലും കയറാതെ മാറിപ്പോണം കുറച്ച് ദിവസത്തേക്ക്. കാരണം അദ്ദേഹം അത്ര അസ്വസ്ഥനായിരുന്നു. അതിന് അരുൺ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ പണിയാണ് എടുത്തത്. അദ്ദേഹം അതിന് വേണമെങ്കിൽ ഉത്തരം നൽകാം, അല്ലെങ്കിൽ ഉത്തരം നൽകാതെ നമ്മൾ എത്ര ചോദ്യം ചോദിച്ചിട്ട് എത്ര രാഷ്ട്രീയക്കാർ ഉത്തരം നൽകാതെ ചിരിച്ചു കാണിച്ചിട്ടും മറ്റും പോകുന്നു. നമുക്കൊരു പരിഭവമില്ല. നമ്മളെ തട്ടുക, കയ്യെ തട്ടുക, എന്തൊക്കെയോ അദ്ദേഹം അവിടെ കിടന്ന് കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ നമ്മുടെ പണി ചെയ്തു. നമ്മൾ ചെയ്തത് നാട്ടുകാർ കണ്ടു, വെള്ളാപ്പള്ളി ചെയ്തത് എന്താണെന്നും നാട്ടുകാർ കണ്ടു. മറ്റൊരു കാര്യം, നമ്മൾ ഈ 2026 തുടങ്ങുമ്പോൾ പറഞ്ഞോളൂ. 2026 തുടങ്ങുമ്പം തുടങ്ങിയ ഈ മണിക്കൂറിൽ തന്നെ ഒരു കാര്യം കണ്ട് അത് സ്വന്തമാക്കാനുള്ള ആഗ്രഹം മനസ്സിൽ തോന്നി. അതിന് അരുൺ സാറിനൊന്ന് സഹായിക്കേണ്ടി വരും. എന്താണാവോ സാർ ഇട്ടിരിക്കുന്ന ആ ഷർട്ട്, ഉടുപ്പോ?
അത് കൊള്ളാലോ, ഈ ഉടുപ്പ് കൊള്ളാമോ? താങ്ക് യു, സന്തോഷം. അപ്പൊ ഈ ഉടുപ്പ് റഹീസ് റഷീദിന് നമ്മൾ നല്ലപോലെ വൃത്തിയായിട്ട് ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്ത് അലക്കി വൃത്തിയാക്കി നമ്മുടെ കോസ്റ്റ്യൂം മേധാവിയുടെ അനുമതിയോടുകൂടി റഹീസ് റഷീദിന് സമ്മാനമായി നൽകിയിരിക്കും. കാരണം ഇന്നലെ ആ ചോദ്യം ചോദിച്ചതിനുള്ള സമ്മാനം കേട്ടോ റഹീസ്. കാര്യം അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു റഹീസ്. അപ്പോൾ ഒരു സമ്മാനമായിട്ട് പിടിച്ചു രാവിലെ തന്നെ. വൃത്തിയാക്കിയിട്ട് തരാം. താങ്ക് യു. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി നമ്മൾ ആ ചോദ്യം പ്രേക്ഷകർ കേട്ട് കാണുമല്ലോ. വെള്ളാപ്പള്ളി നടേശൻ അടുത്തിടെയായിട്ട് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ആ യന്ത്രം ഉണ്ടല്ലോ, അത് കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യം എവിടെയാണെങ്കിലും ഞങ്ങൾ വെള്ളാപ്പള്ളി നടേശനോട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇനിയും ഈ ചോദ്യങ്ങൾ നമ്മൾ ആവർത്തിക്കും, അക്കാര്യത്തിലൊരു സംശയമില്ല. ഇത് വെള്ളാപ്പള്ളി നടേശനോട് വ്യക്തിപരമായിട്ടൊരു വിയോജിപ്പുമില്ല. സ്നേഹമുള്ള വെള്ളാപ്പള്ളി നടേശനെ നമുക്കും ഇഷ്ടമാണ്. പക്ഷേ ഇതേപോലെ കാര്യങ്ങൾ പറയുമ്പോൾ ചോദ്യം ചോദിക്കുമല്ലോ.